എവിടുന്നാണ് വരുന്നത്? ഞാൻ എറണാകുളം. പഠിക്കുകയാണ്? അതെ. എന്താ പഠിക്കണേ? ഞാൻ MBA. MBA ചെയ്യാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ ഫിനാൻസ്. ആ 4 പാട്ടുകൾ ഏതൊക്കെയാണ്? നമുക്ക് രാജി ചേച്ചിനോട് ചോദിക്കാം. കാരണം രാജി ചേച്ചി റെഡ് ഇട്ടിരിക്കുന്നു, ആബിദ് റെഡ് ഇട്ടിരിക്കുന്നു, തമ്മിലൊരു മാച്ച് ഉണ്ടാവുമല്ലോ. അപ്പൊ രാജി ചേച്ചി ഏത് പാട്ട് പാടണം? കത്തുന്ന പ്രണയത്തിന്റെ നിറമാണ് ചുമപ്പ്. അല്ലെ, പറഞ്ഞ പാട്ടുകളെല്ലാം തന്നെ വളരെ റൊമാൻറ്റിക് സോങ്സ് ആണെന്ന് തോന്നി. ആദ്യം പറഞ്ഞ പാട്ട് പ്രണയകാലം ചിത്രത്തിലെ ഒരു വേനൽ പുഴയിൽ അല്ലെ, ദേവിന്റെ ഫ്രണ്ട് പാടിയതല്ലേ, രഞ്ജിത്ത്. ആ പാട്ടായല്ലോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പൂക്കളിലെഴുതി ഞാൻ ഇളവയിലായി നിന്നെ, മേഘമായ താഴ്വരയിൽ താളമായ ആത്മാവിൽ, നെഞ്ചിലാലും മൺചിരാതിൻ നാളം പോൽ നിന്നാലും നീ വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂകം, ഇലകളിൽ പൂക്കളിലെഴുതി ഞാൻ ഇളവയിലായി നിന്നെ. കാറ്റു നീന്തി വന്നെന്നിൽ പെയ്തു നിൽക്കു നീയെന്നും, മഴമയിൽ പീലി നീർത്തും പ്രിയ സ്വപ്നമേ. പല വഴി മരങ്ങളായി നിലവുകൾ നിൽക്കെ കൊലുസണിയുന്ന നിലാവേ, നിൻ പദതാളം വഴി വനവീധി ഞാൻ വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂകം, ഇലകളിൽ പൂക്കളിലെഴുതി ഞാൻ ഇളവയിലായി നിന്നെ. ചിലമെൻ തിരക്കൈകൾ നീളും ഹരിതാർദ്രതീരം, പല ജന്മമായി മനം തേടും മൃദു നിസ്വരം, വെയിലിളകൾ പാകി മന്ദാരത്തിൻ ഇലകൾ പൊതിഞ്ഞൊരു കൂട്ടിൽ, തപസ്സിൽ ശലഭം പോൽ നീ വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂഖം, ഇലകളിൽ പൂക്കളിലെഴുതി ഞാൻ ഇളവയിലായി നിന്നെ, മേഘമായ താഴ്വരയിൽ താളമായ ആത്മാവിൽ, നെഞ്ചിലാലും മൺചിരാതിൻ നാളം പോൽ നിന്നാലും നീ
ആരുടെ അടുത്തായിരുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? രാജ് ചേച്ചിന്റെ അടുത്തായിരുന്നു അല്ലേ? അപ്പൊ രാജ് ചേച്ചിന്റെ അടുത്ത് തുടങ്ങാം. രാജ് ചേച്ചി. ഔസിപ്പച്ചൻ സാറും റഫീഖ് അഹമ്മദും അല്ലേ, അവരുടെ കൂട്ടായ്മയിലുള്ളൊരു പാട്ടാണ്. അവർ ധാരാളം പ്രണയഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയെ നമ്മൾ ഓർക്കുന്നത് തന്നെ ഈ പാട്ട് കൊണ്ടാണ്. ചില സിനിമകൾ അങ്ങനെയാണ്, ആ സിനിമയെക്കാളും ചിലപ്പോൾ അതിലെ ചില പാട്ടുകളായിരിക്കും ഓർക്കുക. അബിത് പാടിയപ്പോൾ പാട്ടുകാരനും പാട്ടും വേറെ അല്ലായിരുന്നു, പാട്ട് തന്നെയാണ് പാട്ടുകാരൻ, പാട്ടുകാരൻ പാട്ടാണ്. ആ ഒരു ഫീലിംഗ് പൂർണ്ണമായിട്ട് വന്നു. അതിന്റെ ഈ പാട്ട് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇന്നാണ് ഇതിന്റെ ആ വരികളുടെ ഒരു ബ്യൂട്ടി ശരിക്കും ശ്രദ്ധിച്ചത്. എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. തപസ്സിൽ നിന്ന് ശലഭം ഉയരുന്നത് പോലെ പുലരിയെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും അത് നല്ലോണം ഉൾക്കൊണ്ട് പാടി എന്നുള്ളതാണ്. അത് 8 മാർക്ക്. വളരെ മനോഹരമായ ഒരു മെലഡി അല്ലേ, ഒരു ലവ് സോങ്. ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പാടി. വളരെ ഇഷ്ടപ്പെട്ടു. ഔസഫ് സാറിൻ്റെ വളരെ നല്ലൊരു കമ്പോസിഷൻ. കമ്പോസിഷൻ പാടാൻ അത്ര ഈസി അല്ല, നമ്മൾ കേൾക്കുന്നത് പോലെയല്ല. കാരണം ആ ഹൈസ് ഒക്കെ കുറച്ച് റീച്ച് ആവാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള റേഞ്ചാണ് അത് ശരിക്കും പറയുകയാണെങ്കിൽ. വളരെ നന്നായിട്ട് പാടി. എന്നാലും ടോപ്പിലേക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒന്ന് തുറന്ന് പാടിയിരുന്നെങ്കിൽ, ഒതുക്കുന്നതിന് പകരം മൈക്ക് കുറച്ച് മാറ്റി പാടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു റീച്ച് ആവുമായിരുന്നു. ചില പ്ലേസിൽ മാത്രം കുറച്ചും കൂടെ ഒന്ന് റീച്ച് ആയത് നന്നായിരുന്നു തോന്നി. അപ്പോൾ കൺഗ്രാറ്റ്സ്. ഞാൻ 8 മാർക്സ്. പ്രണയം നിറഞ്ഞൊരു ഗാനം അതിമനോഹരമായിട്ട് പാടി. താങ്ക് യു മാം. പ്രണയം നിറഞ്ഞൊരു മനസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രണയം നിറഞ്ഞ ഇതുപോലൊരു ഗാനം ഇത്ര മനോഹരമായിട്ട് പ്രസന്റ് ചെയ്യാൻ സാധിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, മ്യൂസിക് ഒക്കെ വന്നു. നല്ല ഡ്രസ് സെൻസ് ഉണ്ടെന്ന് തോന്നുന്നു. വാച്ച്, റെഡ് ആൻഡ് ലോ വീസ്റ്റ് ജീൻസ്, സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്, കീപ് ഇറ്റ് അപ്പ്. I'll give you 8 marks. 8 out of 10. ഇനി നമുക്ക് കണ്ണൻ ചേട്ടന്റെ അടുത്തേക്ക് പോവാം. കണ്ണൻ ചേട്ടന്റെ അടുത്തൊക്കെ പോയി പാടിയോട്ട്. കണ്ണൻ ചേട്ടാ, എനിക്കൊന്ന് പ്രാക്ടീസിന് പാടിയപ്പോൾ കിട്ടിയ ഒരു ഇതൊന്നുമില്ല. തൊണ്ടാക്കി ട്രൈ ചെയ്തിട്ട് പേടിച്ചിട്ട് പാടണ പോലെ. എന്ത് പറ്റിയോ? വോയിസ് കുറച്ച് സ്ട്രെയിൻ ആയിരുന്നു, അപ്പൊ അതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ തമ്മിൽ നല്ല സിങ്കാണ്. അപ്പൊ എത്ര മാർക്ക്? 7 മാർക്ക്. കുറച്ചും കൂടി കൂട്ടാം. 7.5. ഒന്നും കൂടി കൂട്ടാം. ഒന്നുകൂടെ 8.5. അത് വേണ്ട, 8 മാർക്ക്. 8 മാർക്സ്. ആബിദിന് കിട്ടിയിരിക്കുന്നത് ഗ്രൂമിംഗിന് 7 out of 10 ആണ്. ഇനി നമുക്ക് പോവാം. ജയചന്ദ്രൻ സർ. ടിങ്കു പറഞ്ഞു കേൾക്കുമ്പോഴത്തേക്കും ഞാനിവിടെ എല്ലാവർക്കും മാർക്ക് കുറയ്ക്കാനിരിക്കുന്ന. അല്ല, അങ്ങനെയല്ല, ഒരുപാട് മാർക്ക് കയ്യിലുള്ളപ്പോ അതുകൊണ്ടാണ്. ആണല്ലേ? എനിക്ക് പിശുക്കൊന്നുമില്ല, ഒട്ടും പിശുക്കില്ല. അപ്പൊ 50 15 കൊടുക്കാം, പക്ഷെ ഇപ്പോഴും കൊടുക്കണ്ട, അവർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യട്ടെ അല്ലേ? ആബിദ് സർ, ജീവിതം ഒരു പാട്ടാണെങ്കിൽ പ്രണയമാണ് അതിന്റെ സംഗീതം. എത്ര അതിമനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. ലവ് ഇസ് ദ ലിറ്ററേച്ചർ ഓഫ് ദ ഹാർട്ട് എന്ന് പറയും. പ്രണയത്തിനെ പറ്റി പലരും പറഞ്ഞ് മറഞ്ഞു പോയവരും ഇന്ന് ജീവിക്കുന്നവരും ഒക്കെ പറയുന്നു. കാരണം പ്രണയത്തിന് മരണമില്ല. അത് എക്കാലത്തും അത് മനുഷ്യന്റെ മനസ്സിനെ കീഴടക്കി അതങ്ങനെ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ പ്രണയം എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് റഫീഖ് ജി എഴുതിയിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് റഫീഖ് ജിക്ക് ഒരു സലാം കൊടുക്കണം. പിന്നെ ഓഫ് കോഴ്സ് സംഗീതം അഭിസാഹിത്യം അല്ലേ, അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഉണ്ടാവുന്നത് അല്ലേ. ഈ പ്രണയത്തിൻ്റെ ഈ മറക്കാനാകാത്ത ഈ പാട്ട്, അത് ഔസഫജൻ ചേട്ടനും നമസ്തേ. അനുപല്ലവിയുടെ സെക്കൻഡ് പോർഷൻ, ചരണത്തിൻ്റെ സെക്കൻഡ് പോർഷൻ, ഈ 2 പോർഷൻസിലും ശ്രുതി ഒന്ന് കൃത്യതയിൽ വരാത്തത് കൊണ്ട് അങ്ങനെ ഫീൽ ചെയ്തില്ലേ? ഓക്കെ, അത് വരാത്തത് കൊണ്ട് നമുക്ക് അവിടെ മാത്രം എന്തോ ഒരു കുറവായിട്ട് തോന്നും. അത് ഐ തിങ്ക് യു ക്യാൻ ഇംപ്രൂവ്. ഇനി ഗ്രൂമിംഗ് സെഷൻസിലൂടെ പതുക്കെ അത് വരാം. പക്ഷെ ഞാൻ മാർക്കൊന്നും കുറയ്ക്കുന്നില്ല. I'll give you 43 out of 50. 43 out of 50. 82 out of 100. താങ്ക് യു. സ്വരലയ കൈരളി യേശുദാസ് അവാർഡിനായുള്ള കല്യാൺ ജ്വല്ലേഴ്സ് ഗന്ധർവ സംഗീതം സീസൺ 10ന്റെ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്.